1981 മെയ് 3 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ജോൺ പോൾ രണ്ടാമൻ പാപ്പ. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ നേരെ ഒരു വെടിയുണ്ട പാഞ്ഞു വന്നു. ആ വെടിയൊച്ചയുടെ മുഴക്കം നിലയ്ക്കുന്നതിനു മുൻപ് രണ്ടാമതൊരു വെടിയൊച്ചയും മുഴങ്ങി. വത്തിക്കാൻ നടുങ്ങി. മുഹമ്മദ് അലി അഗ്ഗ എന്ന വ്യക്തിയായിരുന്നു പാപ്പയ്ക്കെതിരെ വെടിയുതിർത്തത്. പാപ്പയെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ബുള്ളറ്റ് നീക്കം ചെയ്യുന്നതിനായി ഓപ്പറേഷൻ വിധേയമാക്കും നേരം ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഒന്നു മാത്രമേ ഡോക്ടേഴ്സിനോട് അഭ്യർത്ഥിച്ചുള്ളൂ: എന്റെ കഴുത്തിൽ കിടക്കുന്ന ഉത്തിരീയം ഊരി മാറ്റരുത്. ഉത്തിരീയമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഉത്തിരീയ അത്ഭുതങ്ങളുടെ ചരിത്രത്തിലെ സുപ്രധാന സംഭവമായിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് കത്തോലിക്കരുടെ വിശ്വാസ ആഭരണമായിരുന്നു ഉത്തിരീയം. ബെന്തിങ്ങ എന്നും ഇതിന് പേരുണ്ട്. പക്ഷേ ഇന്ന് ബെന്തിങ്ങ ധരിക്കുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധയമ്മയുടെ ബാഹ്യവസ്ത്രമായിട്ടാണ് ഉത്തിരീയത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തിരീയം ധരിക്കുന്നതിലൂടെ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ലഭിക്കും എന്നതാണ് വിശ്വാസം. അന്ധകാര ശക്തികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം തരാൻ കഴിവുള്ളതാണ് വെന്തിങ്ങ. സ്വർഗീയ സംരക്ഷണം ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ വെന്തിങ്ങ ധരിക്കുന്നത്. സഭയിൽ ഉത്തരീയ ഭക്തി പ്രചരിപ്പിച്ചത് സൈമൺ സ്റ്റോക്കാണ്. കർമ്മലീത്ത വൈദികനായ അദ്ദേഹം AD 1251 ജൂലൈ 15 പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെടുകയും ഉത്തിരീയം നൽകുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം. ഒരു വിശ്വാസിക്ക് രക്ഷയുടെ ഉറപ്പ് നൽകുന്നതാണ് ഉത്തിരീയം എന്നും അത് ഭക്തിയോടും ഉത്സാഹത്തോടും കൂടി ധരിക്കുന്നവരെ ഓരോ നിമിഷവും താൻ ഓർമ്മിക്കുമെന്നും അവരുടെ കാര്യങ്ങളിൽ താൻ ശ്രദ്ധാലുവായിരിക്കുമെന്നും പരിശുദ്ധയമ്മ അന്ന് ഉറപ്പ് നൽകി. ആ ഉറപ്പ് അമ്മ ഇപ്പോഴും കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നാണ് ഉത്തിരീയ ഭക്തരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നത്. 1322 ജോൺ 22 മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മാതാവ് മറ്റൊരു കാര്യം കൂടി അറിയിച്ചു. ഉത്തിരീയം ധരിച്ചു മരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ആനുകൂല്യം നൽകുന്ന കാര്യമായിരുന്നു മാതാവ് അന്ന് അറിയിച്ചത്. ഉത്തിരീയ സഭയുടെ അംഗങ്ങളിൽ ആരെങ്കിലും ഇഹലോക ജീവിതാനന്തരം കാലത്തിനടുത്ത് ശിക്ഷയ്ക്ക് വിധേയരായി ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടാൽ അത് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച അവരുടെ മാതാവായ ഞാൻ എന്റെ പ്രിയ കുമാരനിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഉപയോഗിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ കാണപ്പെടുന്ന എന്റെ പ്രിയ മക്കളെ അവിടെ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കുകയും ചെയ്യും എന്നതായിരുന്നു അമ്മ നൽകിയ വാഗ്ദാനം. കത്തോലിക്ക വിശ്വാസികളുടെ മൃതദേഹ സംസ്കാര വേളയിൽ പരേതരെ വെന്തിങ്ങ അണിയിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വേണം കാണേണ്ടത്. വെന്തിങ്ങയുടെ അത്ഭുത ശക്തിയെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു കഥ ഇങ്ങനെയാണ്. വർഷം 1845 സമുദ്ര രാജാവ് എന്ന പേരുള്ള ഇംഗ്ലീഷ് കപ്പൽ കാറ്റിലും കോളിലും പെട്ടു. യാത്രക്കാർ പ്രാർത്ഥനകൾ ഉയർത്തിയെങ്കിലും കടൽ ശാന്തമായില്ല. ഈ സമയം അയർലൻഡുകാരനായ ജോൺ മക്കോളിഫ് തന്റെ കഴുത്തിലെ വെന്തിങ്ങ ഊരി അത് ഉപയോഗിച്ച് കുരിശു വരച്ച് കടലിലേക്ക് ഇടുകയും അത്ഭുതകരമായി കടൽ പെട്ടെന്ന് ശാന്തമാവുകയും ചെയ്തു. കടലിൽ വലിച്ചെറിഞ്ഞ വെന്തിങ്ങ തിരകൾ തന്നെ ജോണിന് തിരകെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട കപ്പൽ യാത്രക്കാരനായ പ്രൊട്ടസ്റ്റന്റുകാരൻ മാനസാന്തരപ്പെടുകയും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ഗ്രിഗറി 10 പാപ്പ മരിച്ചു കഴിഞ്ഞ് 600 വർഷങ്ങൾക്കു ശേഷം അദ്ദേഹത്തിന്റെ ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ ഉത്തിരീയം കേടുപറ്റാത്ത അവസ്ഥയിൽ കണ്ടുവെന്നും വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ഉത്തിരീയം അഴുകിയിട്ടില്ലെന്നും ചരിത്രം തെളിവുകളോടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഉത്തിരീയവുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. തവിട്ട് നിറത്തിലുള്ള കർമ്മല ഉത്തിരീയമാണ് നമുക്ക് ഏറെ പരിചിതം. എന്നാൽ വേറെയും ഉത്തിരീയങ്ങളുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിന്റെ ബഹുമാനാർത്ഥമുള്ള വെള്ള ഉത്തിരീയം, മറിയത്തിന്റെ 7 വ്യാകുലങ്ങളുടെ ഉത്തിരീയം, പീഡാനുഭവത്തിന്റെ ചുവപ്പ് ഉത്തിരീയം, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ ഉത്തിരീയം,
മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ ഉത്തരീയം, വിശുദ്ധ ജോസഫിന്റെ ഉത്തരീയം, രോഗികളുടെ സഹായമായ കറുത്ത ഉത്തരീയം എന്നിവയാണ് അവ. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയ സന്ദേശങ്ങളിൽ ഒന്ന്, എല്ലാവരും കർമ്മലീത്ത ഉത്തരീയം ധരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു. നമ്മളിൽ പലരും ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ആദ്യമായി ബന്ദിങ്ങ ധരിച്ചതിനു ശേഷം പിന്നീട് ഇന്നുവരെ ബന്ദിങ്ങ ധരിച്ചിട്ടുണ്ടാവില്ല. കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് ഇനിയുള്ള കാലം മുഴുവൻ ബന്ദിങ്ങ ധരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ മക്കളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ അവരെ ബന്ദിങ്ങ ധരിപ്പിക്കുമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യാം. ബന്ദിങ്ങ ധരിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയുടെയും സർവോപരി സ്വർഗത്തിന്റെയും സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യാം. എല്ലാവർക്കും കർമ്മല മാതാവിന്റെ തിരുനാൾ ആശംസകൾ.